കേരളത്തിൽ ബി.ജെ.പിക്ക് പള്ളിയിലച്ചന്മാരുടെ സഹായം കിട്ടാത്തത് എത്ര നന്നായി. പൂഞ്ഞാറിലോ പാലയിലോ തിരുവല്ലയിലോ മറ്റോ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ജയിച്ച് എം.എൽ.എയോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഇവർ സഹായിക്കാത്തത് എത്ര നന്നായി. അറിഞ്ഞോ, മഹാരാഷ്ട്രയിൽ നിയമം വന്നു. കേരളത്തിൽ ഉറക്കം പോയി. മഹാരാഷ്ട്രയിൽ മതസ്വാതന്ത്ര്യ നിയമം 2026 ഗസറ്റിൽ വന്നതും കേരളത്തിലെ ചിലർക്ക് വയറിന് അസ്കിത തുടങ്ങി. ഇനി മുതൽ TV തുറന്നാൽ കാണാം, മഹാരാഷ്ട്രയിൽ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു, കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരേ കരച്ചിൽ. പക്ഷെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ആരും പറയില്ല. നീ പാപിയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി നിർബന്ധിച്ച് മതം മാറ്റാൻ ചെന്നതിന് അറസ്റ്റ് ചെയ്തു എന്ന് പറയില്ല. ഇവർക്ക് ആദ്യ അടി കിട്ടിയത് FCR ഇറക്കിയപ്പോഴാണ്. വിദേശത്ത് നിന്ന് കോടികൾ ഒഴുക്കിയിരുന്ന കുഴൽ പൊട്ടി. കണക്കില്ലാത്ത ഫണ്ട് വരവ് നിന്നു. ഇപ്പോൾ അതിനു മുകളിലേക്ക് മഹാരാഷ്ട്രയിൽ ഈ നിയമം കൂടി വന്നു. പണവും വരുന്നില്ല, മതം മാറ്റാനും പറ്റുന്നില്ല. അതാണ് യഥാർത്ഥ അവസ്ഥ. ഇവിടുത്തെ എല്ലാ ചാനലുകളും ക്യൂ നിൽക്കും. ഓർത്തഡോക്സ്, യാക്കോബായ, പെന്തക്കോസ് സഭകളിലെ ചില അധ്യക്ഷന്മാരെ ഇറക്കി ബി.ജെ.പിക്കെതിരെ ക്രിസ്ത്യാനികൾ അപകടത്തിൽ എന്ന് പറയിപ്പിക്കും. 2029 ഇലക്ഷനിൽ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഉമ്മാക്കി കാണിക്കും. ഇതൊക്കെ സ്ഥിരം നാടകമാണ്. മഹാരാഷ്ട്രയിൽ നടന്നത് നിർബന്ധിത മതപരിവർത്തനം തടയാനാണ്. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിശ്വാസത്തെ എതിർക്കാനല്ല എന്ന് മനഃപൂർവ്വം മറക്കും. 7 വർഷം 10 വർഷം തടവ് എന്നത് ഒരു ഭാഗമേ ഉള്ളൂ. യഥാർത്ഥ ഭയം 60 ദിവസത്തെ നോട്ടീസാണ്. ആരാണ് മതം മാറ്റുന്നത്, ആരാണ് മാറ്റാൻ ഫണ്ട് കൊടുക്കുന്നത്, ഏത് സ്ഥാപനം വഴിയാണ് എന്നെല്ലാം ജില്ലാ മജിസ്ട്രേറ്റിന്റെ മേശപ്പുറത്ത് വരും. അപ്പോൾ ഈ ബിസിനസിന്റെ മുഴുവൻ കണക്കും പുറത്താകും. അപ്പോൾ അതിനർത്ഥം യഥാർത്ഥ ഭയം ജയിലിനെ അല്ല എന്നല്ലേ. മഹാരാഷ്ട്രയിൽ മതസ്വാതന്ത്ര്യ നിയമം 2026 പ്രാബല്യത്തിൽ വന്നു. രാഷ്ട്രപതി ഒപ്പിട്ടു. ജൂലൈ 30 ഗസറ്റിൽ വന്നതോടെ പണി തീർന്നത് ആർക്കൊക്കെയാണെന്നറിയാമോ? ഇതുവരെ നീ പാപിയാണ്, നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് കാശ് കൊടുത്ത് പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിപ്പിച്ച് മതം മാറ്റിയിരുന്ന ടീമിനാണ്. ഈ നിയമം ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ എതിർക്കുന്നതല്ല. ഈ നിയമം എതിർക്കുന്നത് ബിസിനസിനെയാണ്. മതപരിവർത്തനം ഇന്ന് പലർക്കും വിശ്വാസമല്ല. കോടികൾ മറിയുന്ന ഇൻഡസ്ട്രിയാണ്. വിദേശ ഫണ്ട് ടാർഗറ്റ് കമ്മീഷൻ. അതുകൊണ്ടാണ് സർക്കാർ 60 ദിവസത്തെ നിയമം വെച്ചത്. മതം മാറാൻ ആഗ്രഹിക്കുന്ന ആൾ 60 ദിവസം മുൻപ് ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. എന്താണ് കാരണം? ബലം കൊണ്ടാണോ, പണം കൊടുത്തിട്ടാണോ, കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിച്ചതാണോ എന്ന് ഭരണകൂടത്തിന് ഉറപ്പിക്കണം. എടോ, അവൻ പാപം ചെയ്യുകയോ പാപിയാവുകയോ ചെയ്യട്ടെ, നിനക്കെന്താ കുഴപ്പം? ദൈവം വിധിക്കട്ടെ, നീ ആരാ വിധിക്കാൻ? ഇനി മുതൽ മഹാരാഷ്ട്രയിൽ ആരെയും പാപി എന്ന് വിളിച്ച് മതം മാറ്റാൻ ചെന്നാൽ അകത്താണ്. അത് പാസ്റ്റർ ആയാലും കന്യാസ്ത്രീ ആയാലും മൗലവി ആയാലും. ശിക്ഷ ബലം പ്രയോഗിച്ച് വഞ്ചനയിലൂടെ പ്രലോഭനത്തിലൂടെ വഴിമാറ്റിയാൽ 7 വർഷം തടവ്. അതേ കുറ്റം ആവർത്തിച്ചാൽ 10 വർഷം വരെ തടവ്. കുടുംബത്തിന് തന്നെ പരാതി കൊടുക്കാം. ഇനി TV തുറന്നാൽ വേട്ട തന്നെയാകും. കാരണം നിയമം വന്നതോടെ ഓരോ കേസും വാർത്തയാകും. സർക്കാർ പറയുന്നത് വ്യക്തമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും ഏതൊന്ന് മതത്തിലേക്കും പോകാം. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം. പക്ഷേ പേടിപ്പിച്ചും പണം കൊടുത്തും വഞ്ചിച്ചും ഇനി ആരെയും മാറ്റാൻ നോക്കരുത്. മധ്യപ്രദേശ്, UP, ഒഡീഷ, ഛത്തീസ്ഗഡ് കഴിഞ്ഞു. ഇപ്പോൾ മഹാരാഷ്ട്രയും ലിസ്റ്റ് നീളുകയാണ്. ഇതാണ് യഥാർത്ഥ മതസ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഇത്ര കരച്ചിൽ. എടോ, അവൻ പാപം ചെയ്താൽ ദൈവം ചോദിക്കും, നീ ആരാടാ അവനെ പാപി എന്ന് വിളിച്ച് നരകത്തിൽ പോകുമെന്ന് പറയാൻ? നിന്റെ പണി നീ നോക്ക്. മഹാരാഷ്ട്ര കഴിഞ്ഞു. ലിസ്റ്റിൽ അടുത്തത് ഏതൊക്കെയാണെന്ന് കാത്തിരുന്നു കാണാം.